നമസ്കാരം, വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് മുടപ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുടപ്പല്ലൂർ അഴിക്കുളങ്ങര നമ്മുടെ തിരുസന്നിധിയിലാണ് ശരിക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നത് ഒരു വർക്ക്ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് വീഡിയോസും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സാറ്റിൽ പോയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നീട് അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും പാലക്കാട് മുടപ്പല്ലൂർ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈസ്റ്റർ ബസ് വണ്ടികളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എന്താ പറയുക മോഡിഫിക്കേഷനൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചെറിയ വണ്ടികളൊക്കെ വലുതാക്കി വലിയ വണ്ടികൾ പോലെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ വൈകുന്നത് വേറെ ഒന്നുമല്ല, പേഴ്സണലി കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് യാത്രാ വീഡിയോസും ഒരുപാട് എന്താ പറയുക നൈറ്റ് സർവീസ് വണ്ടികളുടെ ഓടിച്ചിട്ടുള്ള വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും കൊണ്ട് സെറ്റ് ആവണില്ല എന്ന് പറയില്ല. എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം ഇപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് കാരണം പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ മറ്റേ വണ്ടി റൂട്ട് ബസ് ഇറങ്ങാറായി, അത് അതിൻ്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്ട്, അതൊക്കെ പിന്നീട് ബാക്കിയുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർക്ക്ഷോപ്പിൽ കയറിയത് ഇതുപോലത്തെ വണ്ടികളാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് ഇനി കാണിക്കാൻ പോണ ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കണേ കേട്ടോ. ഇത് ഈസ്റ്ററിൻ്റെ നമ്മുടെ സ്റ്റാർലൈൻ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് കേട്ടോ. സ്റ്റാർലൈൻ ഈ ഒരു മോഡൽ വരുന്ന വണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക്, അതായത് ഇങ്ങനെ കാണിക്കാൻ പോണ സെറ്റപ്പിലേക്ക് എത്തിക്കണേ. ഇവിടെ അതിൻ്റെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, തകിടും സെറ്റപ്പൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ വരുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. അങ്ങനെ ഏത് വർക്ക്ഷോപ്പിൽ പോകുമ്പോഴേ കുറേ തകിടും കാര്യങ്ങളൊക്കെ കീറിയ സീനാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇങ്ങനെയല്ല, ബാക്കിൽ ഇപ്പോൾ അവരത് പൊളിച്ചു, ഇപ്പോൾ സെഡോണിൻ്റെ മോഡൽ പോലെ സെറ്റപ്പ് ഉണ്ടാക്കാൻ കേട്ടോ. ഉണ്ടോ, സെഡോൺ ബസ്സിൻ്റെ പോലെ ആക്കില്ലേ ഡിസൈന്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് ഈ ഒരു സെറ്റപ്പ് സൈഡിൽ നോക്കുമ്പോൾ സ്റ്റാർലൈൻ എക്സിക്യൂട്ടീവ് ഉണ്ടോ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വണ്ടിയാണ്. അതാണ് നമ്മളിവിടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഈ ഒരു സെറ്റപ്പിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. വർക്ക്ഷോപ്പാണ്, സൗണ്ടിൻ്റെ സെല്ലുണ്ടായിരിക്കും. നമുക്ക് ആ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം, അവിടെയാണ് മെയിൻ പരിപാടികൾ നടക്കുന്നത് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ. നമ്മൾ ഈ ഒരു ഭാഗത്താണ് പോയിട്ട് ജേനെ പോയി തിരിച്ച് ജേനാണ് വന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വണ്ടികൾ വേറെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കവളൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ, നമ്മുടെ ഏതാ പറയുക ഒരു മോഡൽ, ഇപ്പോഴത്തെ പുതിയ അസ്ത്ര മോഡൽ ഡിസൈനാണ് ഇപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 35 സീറ്റ് വണ്ടി തോന്നുന്നു, ചെറുതാണ്, കസ്റ്റീസ് വണ്ടിയാണ്. രണ്ടെണ്ണം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്, സ്കൂൾ വണ്ടി പോലത്തെ ഒരു വണ്ടിയാണ്. ഇവിടെ വേറൊരു ടൂറിസ്റ്റ് ബസ് കിടക്കുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഇതായിരുന്നില്ല, ഇപ്പോൾ ഇവിടേക്ക് താൽക്കാലികമായിട്ട് മാറ്റിയതാണ്. അപ്പോൾ ഷെഡും കാര്യങ്ങളൊക്കെ ആയി വരണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം, ആൾക്കാണ് ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ ഒരു മോഡൽ വണ്ടിയാണ് നമ്മളിപ്പോൾ പുതിയ മോഡൽ റിനോവേഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ആക്കണത് കേട്ടോ. ഇപ്പോൾ സമയം 4:30 മണി, നല്ല സൂര്യൻ്റെ കുത്ത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ രൂപം ഇനി അവരെങ്ങനെ പണിതിട്ട് മാറ്റണമെന്ന് നമ്മൾ കാട്ടിത്തരാം. അപ്പോൾ ഇതൊരു പുതിയൊരു വണ്ടി വന്നതാണ്ടല്ലേ, അതിൻ്റെ ഡിഫറെൻ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു രൂപത്തിൽ നിന്നിട്ട് വണ്ടി ചേഞ്ചായി അല്ലെങ്കിൽ പണി കഴിഞ്ഞൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഒരു കുറ്റിയാടി സ്വദേശിയുടെ വണ്ടിയാണ്, മാംഗോ ട്രാവൽസ്. അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വണ്ടി. ഈ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ സെഡോണിൻ്റെ ബാക്ക് പോലെയൊക്കെ സെറ്റായിരിക്കണം. ഉണ്ടല്ലേ, എങ്ങനെയുണ്ട്? നേരത്തെ കാട്ടിയ വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ പണി ഇപ്പോൾ അവിടെ ഇതുപോലെയാണ് പണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയി വരും. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും രക്ഷയില്ല വർക്ക്ഷോപ്പിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരിക പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ചേട്ടൻ കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ. ഇതിൻ്റെ ഓണർ, ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണർ ഇദ്ദേഹമാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, ഇത് ശരിക്കും എന്താ ഈ ഒരു വണ്ടിയുടെ സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത്? ഇതിപ്പോൾ പേരെന്താ? നാസർ. ഇതിപ്പോൾ ഐഷർ ഓൾറെഡി കമ്പനി ബോഡിയാണ്. കമ്പനി ബോഡിയിൽ നമ്മൾ ഡിക്കി സ്പേസ്, സീറ്റ് വർക്ക്, ഫുൾ ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മോഡലാക്കി മാറ്റുകയാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഏത് മോഡൽ വണ്ടിയാണത്? ഇപ്പോൾ അങ്ങനെ ഈ ഈസ്റ്ററിൻ്റെ ഏത് മോഡലാണ്? സ്റ്റാർലൈൻ. സ്റ്റാർലൈൻ.
അതാണ് നമ്മളിങ്ങനെ ഈ ഇപ്പോൾ ചെയ്ത ഈ വണ്ടിയുടെ ലെവലിലേക്ക് എത്തിക്കുന്നത് അല്ലേ? അതെ അതെ. ഇതിന്റെ എന്താ പറയുക, ബാക്കൊക്കെ ഫുള്ള് നമ്മൾ പൊളിച്ച് ഇതുപോലെ സെറ്റപ്പ് ആക്കും അല്ലേ? അതെ അതെ. പിന്നെ എന്തൊക്കെയാ ചെയ്യുക? സീറ്റ് മാറും, പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പോലെ പ്ലാറ്റ്ഫോം, പിന്നെ AC പ്രൊവിഷൻ, ബർത്ത് കാര്യങ്ങൾ, അങ്ങനെയുള്ള വർക്കുകളെല്ലാം. ഫ്രണ്ട് ഒന്നും ചെയ്യില്ല. ഫ്രണ്ട് നമ്മൾ 2 കൊമ്പ്, പിന്നെ ലിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യണം. പിന്നെ ബോണറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെ ആക്കണേ? ഈ മോഡിഫിക്കേഷൻ എന്ത് ചിലവ് വരുന്നുണ്ട്? ഇതിപ്പോൾ ഒരു 4.5-5 ലക്ഷം രൂപയോളം ചിലവ് വരും ഈ ഒരു വണ്ടിക്ക്, നമ്മുടെ വർക്കിന് മാത്രം. പിന്നെ സൗണ്ട് സിസ്റ്റം, AC അതൊക്കെ എക്സ്ട്രാ, അത് വേറെ. എത്ര ദിവസം എടുക്കും ഇങ്ങനെ ചെയ്തു വരാൻ? നമ്മുടെ വർക്ക് ഒരു 35 ദിവസം 40 ദിവസമൊക്കെ ആവും. അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ഒന്ന് കാട്ടി കൊടുക്കട്ടെ. എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഇല്ല. ഇതുപോലെ മോഡിഫിക്കേഷൻ അങ്ങനത്തെ വർക്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇക്കടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മതി. എന്ത് ടൈപ്പ് വണ്ടികളും എല്ലാ ടൈപ്പും എടുക്കുന്നുണ്ട്. നല്ലതാണ്. അപ്പൊ ഞാനൊന്ന് അവിടെ ഒന്ന് ചുറ്റി കാണട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ പോട്ടെ. അകത്ത് കാണിക്കാം. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നു, രണ്ട് വണ്ടി കിടക്കുന്നുണ്ട്. S&S കോട്ടയത്തുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ ഇതാണ് സൈഡ് പ്രൊഫൈൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ. ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കയറാം. പണി കഴിഞ്ഞിട്ടില്ല, അവസാന മിനുക്ക് പണികളാണ് അല്ലേ? ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട്? സീറ്റിൻ്റെ വർക്ക് അല്ലേ? സീറ്റൊക്കെ ഫുള്ള് പുതിയ സീറ്റ്, ബർത്ത് കാര്യങ്ങൾ. ഓക്കെ. ബർത്തുകളൊക്കെ ശരിക്കും ടൂറിസ്റ്റ് ബസ് പോലെ ആയിരിക്കും. ഇതിപ്പോ കോഴിക്കോട് കുറ്റ്യാടി ഉള്ളൊരു മാംഗോ എന്ന് പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഉണ്ട്. നമുക്ക് എന്താ പറയാനുള്ള ചോദിച്ചു നോക്കാം. നമസ്കാരം. എന്താ പേര്? റാഷിദ്. അതിനാണ് അതാകണം. കോഴിക്കോട് കുറ്റ്യാടി. എത്ര വണ്ടിയുണ്ട്? 5 വണ്ടി. എല്ലാം വലിയ വണ്ടികളാ? 2 വലുതും 3 ചെറുതും. ചെറുത് പറയുമ്പോ ഇത് പുതിയ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ മുന്നിൽ പുതിയ വണ്ടി വരണ്ട്, 26 സീറ്റ്. അല്ല, അത് ഫോയ്സിന്റെ വണ്ടിയാണ്. ടാറ്റ അല്ല, ട്രാവലർ, റെമ്പോ ട്രാവലർ. പണി നല്ല പണിയാണ്. ഞാൻ 9 വർഷമായിട്ട് മൂപ്പരെടുത്താണ് പണി എടുപ്പിക്കല്. എല്ലാ വണ്ടിയുടെ മെയിൻ്റെനൻസ് വിടുന്നതാണ്. ഇതൊക്കെ സംഭവം സെറ്റായിട്ടുണ്ട്. ഉഷാറും വർക്കാണ്. ഇല്ല, ഇത് ആ ഏരിയയിൽ ഈ വർക്കില്ല. ഇത് കണ്ണൂര്, പിന്നെ ഈ തൃശ്ശൂർ, ഇങ്ങനെ ഈ വഴിക്കേ ഉള്ളൂ. നിർബന്ധമായിട്ട് വരണം ഇവിടെ. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരക്കാണ്. ഞങ്ങളെ എയർ ഓഫിൽ 3-4 വണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളെ എയർ ഓഫിൽ വന്നതാണ്. ഇനിയിപ്പോൾ 2 വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇവിടെ തിരക്കായാലും പിന്നെ ടൈമിന്റെ പ്രശ്നമുണ്ട്. അതെ. ഇത് 19 സീറ്റ്. ഇതിന്റെ നോർമൽ വണ്ടിയാണത്. വർക്ക് എടുക്കാത്ത വണ്ടി. ഇത് വർക്ക് എടുത്ത വണ്ടി. ശരിക്കും എന്താ ഒരു കാര്യം, വർക്ക് എടുക്കാതെ വണ്ടി ഓട്ടം കിട്ടില്ലേ? വർക്ക് എടുക്കാത്ത വണ്ടി അങ്ങനെ ഓടില്ലല്ലോ. വർക്ക് എടുത്ത വണ്ടി അതേ ഉള്ളത്. വർക്ക് എടുത്ത ഒരു സ്കൂൾ ബസിന്റെ ഒരു മോഡലാണ്. സീറ്റ് ഒന്നും അത്ര. അതെ. ഇതില് സൗണ്ട് സിസ്റ്റം ഇപ്പൊ നമ്മള് അലോഡ് ഉള്ളത് അത്രയല്ലേ ഉള്ളൂ. 4 സ്പീക്കർ മാത്രം, അത്രേ കയറ്റാൻ പാടുള്ളൂ. നിയമം അതെ, അത്രേ ഉള്ളൂ. എല്ലാം ലൈറ്റ് ഒന്നും ഓവറൊന്നും ഇല്ല. ഇത് AC ഓപ്ഷനാണ്. AC ആണ് വണ്ടി, പക്ഷെ ഇപ്പൊ ഇല്ല, പിന്നീട് AC ആക്കും. അതെ. അതെ, ഇന്ന് കഴിയും പണി.
അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ പണിയും കഴിഞ്ഞിട്ടില്ലേ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മളെ വണ്ടി ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു വണ്ടിയല്ല, ഇതിപ്പോൾ ഇന്ന് രാത്രി പോകും. അപ്പോൾ വേറെ വണ്ടിയിൽ കിടക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു വണ്ടിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്കിതിൽ ഒരു അടിപൊളിയായിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു വീഡിയോ ചെയ്യാം. എന്തായാലും നമ്മുടെ ഒരു ചാനലിലെ കോണ്ടന്റിൽ നമ്മളൊരു വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ മാത്രം ചെയ്തിട്ടുണ്ടെന്നില്ല എന്നൊരു ശങ്കയുണ്ടായിരുന്നു. ഞാനത് ഒന്നല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട് കരൂരോ അല്ലെങ്കിൽ വേറെ പ്രകാശിൽ എന്തായാലും പോകുന്നുണ്ട്. പ്രകാശിലത്തെ ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യണം, അത് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യണം. പ്രകാശ് അല്ലെങ്കിൽ എംപിയിൽ പോയിട്ട് വീഡിയോ ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശിൽ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇതെടുത്ത് ഓടിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പിന്നീട് ഇപ്പോൾ അത് അതിനായിട്ട് തന്നെ വന്നത്. പക്ഷെ ഇവിടെ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സംഭവം കഴിഞ്ഞിട്ടില്ല, പണി കണ്ടില്ലേ. അപ്പോൾ എല്ലാം അങ്ങനെ ഇതൊക്കെ പിന്നെ സെറ്റായിപ്പോൾ സമയം 5 മണി. ഇത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു രാത്രി 10 മണി വരും. അത് കഴിയില്ല. അപ്പോൾ നമുക്ക് പിന്നീട് അടുത്തൊരു വണ്ടി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ വന്നിട്ട് എടുക്കാം, നന്നായിട്ട് ചെയ്യാം. ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വിച്ചും കാര്യങ്ങളും. ശരിക്കും ടൂറിസ്റ്റ് ഷൂസിൻ്റെ സെറ്റപ്പ് തന്നെ. പിന്നെ ഇവിടെ അല്ലേ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു സീറ്റിംഗ് ഏരിയ ആണ്, ഇതുപോലത്തെ ഒരു സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലോ എല്ലാവരും. സീറ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഉള്ളിലിരിക്കാം, പുറത്തേക്ക് ഇറങ്ങാം. ഷോപ്പിൽ പണി അവസാന സമയത്ത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സീനാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ ആ വണ്ടിയുടെ. കണ്ടോ, ഇങ്ങനെ മാംഗോ ട്രാവൽസ് എന്നാണ് വണ്ടിയുടെ പേര്. ശരിക്കും ഒരു കുഴപ്പമില്ലല്ലോ വണ്ടി കാണാനൊക്കെ. ബെൻസിൻ്റെ ഒരു ചിഹ്നം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. താഴെ ഒരു ബെൻസിൻ്റെ ലോഗോ. ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലെ വർക്കുകൾ നടക്കണു. എപ്പോഴും അതൊരു ഭംഗിയാണല്ലേ. അല്ലെങ്കിൽ ഇതെന്താ ചേട്ടാ, ക്ലിയർ ആണോ? ക്ലിയർ ആവൂലേ? സൈഡ് ഇതുപോലൊരു സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ മാത്രമേ ഈ വണ്ടി ഈ മോഡൽ വണ്ടിയാണെന്ന് തിരിച്ചറിയുള്ളൂ, അല്ലാതെ പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ അതിൻ്റെ ബാറ്ററി ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈറ്റ്സിൻ്റെ യൂണിറ്റ് ഇവിടെ കാണാണ്ട്, ആഡ് ബ്ലൂ ടാങ്ക് ഇവിടെ കാണാണ്ട്. ഏത് ചെറുവണ്ടിയാണെങ്കിലും അതിന് ഇതെടുത്ത് ഓടിച്ച് നമ്മൾ വീട്ടിൽ ചില പരിപാടിക്കാൻ വന്നത്. പക്ഷേ ഇത് പണി കഴിഞ്ഞിട്ടില്ല, എന്താ ചെയ്യുക. ഇപ്പം 5 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളത് പിന്നീട് BSN ഓട്ടോമൊബൈൽസ് എന്തായാലും. അപ്പോൾ നമ്മളിത് ഓടിച്ച് നമ്മളൊരു വീഡിയോ ഇതിൻ്റെ കുഞ്ഞു വണ്ടിയുടെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അവസാനം എനിക്ക് പണി നേരത്തെ എപ്പോഴും സന്തോഷമാണല്ലേ. നമ്മൾക്ക് വണ്ടി കൊണ്ടുപോകേണ്ട അവർ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കഴിയണു, ഇത് കഴിഞ്ഞിട്ട് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു വണ്ടി പണി അവസാന സമയത്ത് എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീരാത്തൊരു പണി വരും. അതെപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കൊരു പണി ബാക്കിയുണ്ടാവും. എന്നിട്ട് വീണ്ടും വർക്ക്ഷോപ്പിൽ വരേണ്ട ഒരു അവസ്ഥ വരും. അതാണ് എൻ്റെ കാര്യം. ഇതിൻ്റെ ഒരു പണി കഴിയുകയാണെങ്കിൽ സെറ്റപ്പായിരുന്നു. ഇനി എന്തായാലും ചേട്ടാ നമ്മുടെ ഒരു അടുത്തൊരു വീഡിയോ ബസ്സിൻ്റെ ഇതുപോലത്തെ ഇറങ്ങുമ്പോൾ പറയുമോ. അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ഒരു പുറത്തൊക്കെ ഡ്രൈവൊക്കെ പോയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഇത് ഡിക്കി സ്പേസ് ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ, ഇതിന് സെറ്റപ്പ് ഡിക്കി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ പൊളിച്ച് പണിതിട്ടില്ലല്ലോ ഇത്. ഓ, അത് സെറ്റപ്പ് കേട്ടോ. പിന്നെ കണ്ടോ അങ്ങനത്തെ ഒരു ഇതാണ് വരണത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലോഗോ അല്ലേ, ഇവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രകാശിൻ്റെ ലോഗോ കൊടുക്കുന്ന പോലെ. ഇത് ഇൻഷ ബസ് ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഷ ബസ് ബോഡി ഡിസൈൻ ക്രാഫ്റ്റ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ശരിക്കും നോക്കുമ്പോൾ പ്രകാശിൻ്റെ ആ ഒരു ടെയിൽ ലാംപ്സ് ഒക്കെ പോലെ തന്നെ ശരിക്കും ഈ ഒരു ക്രോമിൻ്റെ ഫിനിഷിങ് ഇതൊക്കെ ബാക്ക് കാണുമ്പോൾ ഒരുപോലെ തന്നെ. എന്തായാലും നന്നായിട്ട് ചേട്ടാ. ഇനി ഒരുപാട് വർക്കുകൾ ഇതുപോലെ കിട്ടട്ടെ. ഇത് അടുത്ത വണ്ടി ഇതാണ്. ഇതിൻ്റെ ഒരു പണി കഴിയുമ്പോൾ വിളിച്ചാൽ മതി, നമുക്ക് ഇതിലൊരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും ഇവിടെ ഇതുകൊണ്ട് പിന്നെ ഒരു അവിടെയും കിടക്കുന്നുണ്ട്, 2 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വണ്ടി ഇറങ്ങുമ്പോൾ പറയൂ, നമുക്ക് ചെയ്യാം. ഇത് പണി കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ പണി കഴിയാതെ നമ്മൾ എടുത്ത് ചെയ്യേണ്ടത് ശരിയല്ലല്ലോ, മോശമല്ലേ. അപ്പോൾ അവർ ഫിനിഷിങ് സ്റ്റേജിലാണ്. അപ്പോൾ ഐസറിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് നോർത്തേക്ക് പൂവാച്ചിട്ടിരിക്കുമ്പോൾ വണ്ടിക്കാണെങ്കിൽ അതിനും ഓട്ടം കിട്ടി. അപ്പോൾ പിന്നെ അതും ലാഗായി. അപ്പോൾ
ബാംഗ്ലൂർ ഹൈദരാബാദ് പോകാമെന്ന് വെച്ചാൽ ഉത്രാടം ഇതൊക്കെ പ്രമാണിച്ച് ഇനി വണ്ടിയിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എന്നാൽ പിന്നീട് എപ്പോഴും ആവാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് പാലക്കാട് മുടപ്പല്ലൂരാണ്. മുടപ്പല്ലൂർ വടക്കഞ്ചേരി മുടപ്പല്ലൂരാണ്. നമ്മുടെ അഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമുണ്ട്. അഴിക്കുളങ്ങര അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് തൊട്ടിപ്പുറത്ത് മാറി ഒരു 300 മീറ്റർ ഇപ്പുറത്താണ് ഇത് സ്ഥിതി ചെയ്യണം കേട്ടോ. ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, അവിടെയാണ്. അവിടെ അന്വേഷിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ അതിലിടാം. അപ്പോൾ ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് തൽക്കാലം ബൈ, നമസ്കാരം. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ ഐഡിയ പൊളിഞ്ഞു പോകും ചില സമയത്തുണ്ടല്ലോ. നമ്മൾ ഐഡിയ പൊളിയും, നമ്മൾ വിചാരിച്ചതൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് തെറ്റുപറ്റി പോകും അല്ലേ. അതുപോലെ ഒരു വീഡിയോ വരുന്നത് നമ്മൾ വന്നിട്ട് വീഡിയോ അത് പണി കഴിഞ്ഞ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ബസ് ഓടിച്ചിട്ടുള്ള വീഡിയോ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നപ്പോൾ വർക്ക്ഷോപ്പ് വീഡിയോ ആയിട്ട് മാറ്റേണ്ടി വന്നു. പണി കഴിയാത്തതാണ് പ്രശ്നം കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. അതിരിക്കും തൽക്കാലം ബൈ, നമസ്കാരം.